guys, welcome back to my channel to be one. So ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തത് ഒരു യൂണിവേഴ്സിറ്റി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ്. ഒരു യൂണിവേഴ്സിറ്റി ഡേ വ്ലോഗ്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോണതും പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങളും തിരിച്ചു വരുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രഷ് ആവണം, റെഡി ആവണം, യൂണിവേഴ്സിറ്റി പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി പോകുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി, നമുക്ക് പോവാം. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ശരിക്കും എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ അവിടെ ബസ് എപ്പോഴും അവൈലബിൾ അല്ല. ഒരു 30 minutes ഗ്യാപ്പിലാണ് വരാറ്. അപ്പോൾ നമുക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. ഇതൊരു ഗ്രൗണ്ടാണ്. ആൻഡ് അങ്ങറ്റത്ത് ഇവിടുത്തെ ബേൺസൈഡ് ഹൈസ്കൂൾ ഇവിടെയാണുള്ളത്. ഞാൻ എപ്പോഴും അങ്ങറ്റത്തോട്ട് നടക്കാറുണ്ട്, എന്നിട്ട് അവിടെ നിന്നാണ് ബസ് കയറാറ്. പക്ഷേ ഇന്ന് എനിക്ക് നടക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിന്ന് ഇവിടെ നിന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ബസ് സ്റ്റോപ്പ്. അവിടെ ബസ് നിർത്തി, അവിടെ എന്തോ ടെമ്പററി സ്റ്റോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ ബസ് നിർത്തുന്നില്ല എന്ന്. ഞാൻ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. സോ ഞാൻ പിന്നെയും പഴയ ബസ് സ്റ്റോപ്പിലേക്കാണ്. മര്യാദയ്ക്ക് ആദ്യമേ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. സോ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. അവിടെ ഇങ്ങനെ അങ്ങറ്റത്തുള്ള ബസ് സ്റ്റോപ്പിലോട്ട് പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അവിടെ നിർത്തലുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇതാണ് സ്കൂളിലോട്ടുള്ള വേ. ആൻഡ് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു. ഓർബിറ്റർ ആക്ച്വലി 10 minutes ഗ്യാപ്പിൽ ഓർബിറ്റർ ഉണ്ടാവും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ 10 minute വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു ബസ് പോയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബസ് 10 minutes കഴിയുമ്പോൾ വരും. സോ അതുവരെ നമുക്ക് വെയിറ്റ്. ബസ് ഇറങ്ങി. ഇനി കുറച്ച് ഒരു 10 minute നടക്കാനുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്നത് ഡൗട്ടി ഗ്രൗണ്ടിൽ കൂടിയാണ് നമ്മൾ നടക്കണത്. കാണിച്ചു തരാം. നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ചെറിയ പാട്ട് മാത്രമാണ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് ഭയങ്കര തണുപ്പാണ് ഇതിൽ കൂടെ നടക്കാൻ. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് പെട്ടെന്ന് ഓടിയാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാറ് ഇതിൽ കൂടി. വൈകുന്നേരമൊക്കെ തണുപ്പാണെങ്കിൽ പറയേ വേണ്ട. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് കാണാം. ആ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോണേ. മിക്കപ്പോഴും നമ്മൾ ആ ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും, കാരണം അവിടെയാണ് നമ്മുടെ സ്റ്റഡി ലാബൊക്കെ ഉള്ളത്. സോ അതാണ് ജാക്ക് എറിക്സൺ ബിൽഡിംഗ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോണത്. ഓൾമോസ്റ്റ് ഇന്നത്തെ ഫുൾ ഡേ അവിടെ തന്നെ ആയിരിക്കും. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് പോകേണ്ടത് 4th floor. അയ്യോ നിൽക്കില്ല. നമുക്ക് പോകേണ്ടത് 4th floorലാണ്. 4th floorലാണ് നമ്മുടെ ഡേറ്റാ സയൻസിൻ്റെ സ്റ്റഡി ലാബുള്ള. സ്റ്റഡി ലാബ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് വെറുതെ ചില്ല് ചെയ്യാൻ പോയിരിക്കുന്ന ലാബാണ്. അസൈൻമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ലാബാണ്. യൂണിവേഴ്സിറ്റിൻ്റെ ഇൻസൈഡ് പാർട്സ്. സോ ഈ കാണുന്ന ലാബാണ്. ഇതാണ് നമ്മുടെ സ്റ്റഡി ലാബ്സ്. അതെ, ഇവിടെ 5 ചേച്ചി ഇരിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് ID കാർഡ് യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ 5 ചേച്ചി.
അഞ്ചു ചേച്ചിയുടെ ഭയങ്കര പഠിത്തണ്ടായി. അസൈൻമെന്റ് എന്തെങ്കിലും പറ. വീഡിയോ 2 ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. വാ ചെയ്യാം. അപ്പം ഞങ്ങൾ ചെയ്യാം. ക്ലാസ്സിൽ പോയില്ല ഗൈസ്, മടി പിടിച്ചു. നാളെ പോവാന്നോർത്തു. ലാസ്റ്റ് ലെക്ചറായിരുന്നു ആ ക്ലാസ്സിൻ്റെ. പക്ഷെ നാളെ ലാബിൽ എന്തായാലും ഞാൻ പോകും. നാളെ എന്തായാലും പോകും ഗൈസ്. നാളെയും കൂടി പോയില്ലെങ്കിൽ ട്യൂട്ടർ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. ഇല്ല, കാർഡ് എടുത്തിട്ടോ. ഇവിടെയൊക്കെ ക്ലാസ് നടക്കുകയാണ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ യൂഷ്വലി ഫുഡ് കഴിക്കാറ്. വന്ന് നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ ചൂടാക്കി കഴിക്കാം. എനിക്കിന്ന് ചൂടാക്കാനൊന്നുമില്ല, അതുകൊണ്ട് ചൂടാക്കുന്നില്ല. ഇതാണ് നമ്മുടെ പുറത്ത് വ്യൂ. ഇവിടുന്ന് കോഫി ഉണ്ടാക്കാം. നന്നായിട്ട് കഴുകുക. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. എപ്പോഴും ചേച്ചിയുടെ കാച്ചോട്ടിരിക്കും. ഉപ്പുമാവ് നഗറ്റ്സ്, എൻ്റെ ഒരു തട്ടിക്കൂട്ട് ബർഗർ. ഞങ്ങൾ കഴിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി ബാക്ക് ടു അസൈൻമെന്റ്സ്. നമ്മുടെ സെമ്മ് കഴിയാറേ. നാളെയും കൂടി ഉള്ളൂ നമ്മുടെ ഈ സെമ്മ്. അതും കൂടി കഴിഞ്ഞാൽ എക്സാം. നോക്കണേ അച്ഛൻ ചേച്ചി, അപ്പുറത്തൊക്കെ ആൾക്കാർ നോക്കണേ. ജീന വന്നിട്ടില്ല. ജീന വരുമല്ലേ? വന്നില്ലേ? ഇത് നമ്മുടെ സീനിയറാണ്. ഇതാണ് ഷാരോൺ. ചേട്ടനാണോ? ഹായ് ഹായ് ചോദിച്ചില്ലല്ലോ. യെസ് ഗൈസ്, ചീന വന്നിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ് പറ. ഞങ്ങൾ ചീനക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പിന്നെയും ഈ സ്ഥലത്തോട്ട് ഉമ്മിയുടെ ഇച്ചു ഹായ് പറഞ്ഞ. ഇച്ചൂര് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഇക്കില്ലാത്ത വീഡിയോ എടുക്കണിക്ക. ഞാൻ ഒന്ന് കാണിക്കബ്ബ. ഒരു ലവ് യു പറയോ? ഐ ലവ് യു ടു. വേണ്ടി മാത്രം ഇതെങ്കിലും നടക്കണ്ടേ? എന്താ നീ ഉദ്ദേശിച്ചിരുന്നു? നീ എന്താ കാണിച്ചു? അപ്പം ഞങ്ങൾ പോവാണ്. ചീന തിരിച്ചു തരും. എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടതാ. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞാൻ ജീന ഇനി എപ്പോഴാണ് വീട്ടിൽ പോണേ?
ഫോർമലായിട്ട് സംസാരിക്കണോ? ജീന കുറച്ച് സ്റ്റാൻഡേർഡ്. ഈ വ്ളോഗിൽ ഞാൻ ജീനയുടെ തനിക്കോണം ഇടുന്നതായിരിക്കും. അല്ല മറ്റേത് നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ ആണ്. യെസ്, ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. ഇതാണ് ജാക്കറ്റ്. ഞാൻ രാവിലെ കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഈ വഴി കൂടി പോകാൻ തുടങ്ങിയിട്ട്. ജിയുടെ മെയിൻ വഴിയായിരുന്നു. ഞാൻ വേറെ സ്ഥലത്തായിരുന്നു സ്റ്റേ. അപ്പോൾ എനിക്കൊരാഴ്ച കൊണ്ടുള്ള മെയിൻ വഴി. അതെ, ഈ 1 വീക്കും കൂടി ഉള്ളു ജീന ഇവിടെ. അത് തന്നെ ജീന ഇവിടെ നിന്ന് പോവും, അല്ലെങ്കിൽ എനിക്ക് കൂട്ടുണ്ടായേനെ. ഇപ്പം ജീനയും പോവാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ജീന പോണ്. അപ്പം ഇന്ന് രാവിലെ കാണിച്ചില്ലേ ആ സെയിം വഴി ഇപ്പം കാണിച്ചതാണ് കേട്ടോ. ഇതൊരു ഫുട് പാത്താണ്. ഇതിലെ കൂടി വണ്ടിയൊന്നും പോവില്ല കേട്ടോ. സൈക്കിള് പോകും ചെറുതായിട്ട്. എന്താ വണ്ടി പോയാ എന്താ? ഇതിൽ വണ്ടി പോകാൻ സ്ഥലമില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? പറ എന്തെങ്കിലും വ്ലോഗില്. എന്ന് പറയാൻ പറ്റില്ല. നീ ഒന്ന് പറഞ്ഞു. ജീന ഇപ്പൊ വന്നുള്ളൂ. ഞാൻ കുറച്ച് രാവിലെ ഞാനും അഞ്ചു ചേച്ചിയായിരുന്നു. അറിഞ്ഞില്ലേ ഇവർ വ്ലോഗ് എടുക്കുന്നതും നല്ലായിരുന്നു. എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞാണോ എനിക്ക് അറിയത്തില്ല. ജീനയുടെ ഫുഡാണ്, മെയിൻ ഫുഡാണ് ചോറും ക്യാരറ്റും. പക്ഷെ നല്ല ടേസ്റ്റാണ് ഗൈസ്, സൂപ്പർ ടേസ്റ്റാണ് ജീനയുടെ. അതെ അതെ, നല്ല എരിവുണ്ട്. ഇരുട്ടാവും ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്കും. ഇനി സോ നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മൾ ക്രോസ് ചെയ്യാൻ പോണ. ആരോ നിൽക്കായിരുന്നു. അതെ, നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. ജീന ഇപ്പൊ പോവും. ബസ് ഇപ്പൊ തന്നെ വരും. നമ്മുടെ ബസ് വരുന്നുണ്ട് ഗൈസ്. ബൈ. ബസ് ഇറക്കി ഞാൻ വീട്ടിലോട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടായി ഇവിടെ. ഇപ്പോൾ 6 o'clock കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ രാവിലെ നടന്ന സെയിം വഴിയാണ്. ഒറ്റയ്ക്ക് കിടക്കാൻ നല്ല പേടിയാണ്. നമ്മുടെ ഫസ്റ്റ് വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത്. അപ്പം ഒറ്റയ്ക്ക് ഞാനിവിടെ വന്ന് ഫസ്റ്റ് വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് യൂസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ പ്രശ്നമില്ല. ഫ്രണ്ട് ക്യാമിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. ആ കാണാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ വീട്. ഇനി ഞാൻ വീഡിയോ റൂമിൽ ചെന്നിട്ട് എടുക്കാം കേട്ടോ. വീഡിയോ ഓക്കെ, ബൈ, സീ യു. ഫ്രണ്ടിൽ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു നോർമൽ യൂണിവേഴ്സിറ്റി ഡേ ആയിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി ഡേ. നോർമലായിട്ടുള്ളൊരു ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും. ക്ലാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ക്ലാസ്സിൽ ഇന്ന് എനിക്ക് കുറേ ഇലക്റ്റീവ്സ് ആയിരുന്നു, അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലൊന്നും കയറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.